കാശ്മീരിലെ ഏറ്റവും മനോഹരമായ മധുരം ഉറവയെടുക്കുന്ന താഴ്വര ഗുറേസ് വാലിയുടെ കഥ പറയാം. ശ്രീനഗറിൽ നിന്നും 6 മണിക്കൂർ ദൂരം മനോഹരമായ ഈ മലനിരകൾ താണ്ടി ദുർഘടമായ ചുരപാതകളിലൂടെ സഞ്ചരിച്ചാൽ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡിലെത്തിച്ചേരാം. ക്ഷമിക്കണം, ഈ വിശേഷണം ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചതാണ്. ഈ താഴ്വരക്ക് മറ്റൊന്നിനോടും ഉപമിക്കാനാവാത്ത സ്വതസിദ്ധമായ സൗന്ദര്യമുണ്ട്. ഭീമൻ പാറകളാൽ പന്തലു വിരിച്ച പാതകളാണ് ഒരു വശത്ത്, മഞ്ഞുരുകി വരുന്ന നദികളുണ്ട് ഇപ്പുറത്ത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ കാശ്മീരിലെത്തുന്നത്. മാനത്തൊരു ഭീമൻ മാരിവില്ലു വിരിച്ചാണ് പ്രകൃതി എനിക്ക് ഇത്തവണ സ്വീകരണമൊരുക്കിയിരിക്കുന്നത്. ഏറെ നന്ദി. ഈ മലനിരകളാകെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. അതിൽ നിന്നുള്ള തേൻ ശേഖരിക്കാനാണ് ഇത്രയധികം കൂടുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മാനത്തു വിരിഞ്ഞ മാരിവില്ലിനെ വെല്ലുന്ന വർണ്ണപ്രപഞ്ചം താഴെ ഭൂമിയിലുണ്ട്. പച്ചപ്പട്ടിൽ നിറങ്ങൾ കൊണ്ട് നെയ്തെടുത്ത പേർഷ്യൻ കാർപ്പറ്റ് പോലെ എണ്ണമറ്റ വർണ്ണ പുഷ്പങ്ങൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നു. അവയിൽ നിന്നും തേൻ ശേഖരിച്ചു വിൽക്കുന്നതാണ് ഈ സീസണിൽ ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന്. തേനീച്ചകളും ഗുറേസ് വാലിയെ ആസ്വദിക്കാനെത്തിയതായിരിക്കാം. കാഴ്ചകളുടെ സുഗന്ധം സമ്മാനിച്ചതിന് ഹൃദയപൂർവ്വം ഒരിറ്റു മധുരം പകരം നൽകി മടങ്ങുന്നതുമായിരിക്കാം. എങ്കിൽ ഈ തേനിന് സ്വാഭാവികതയ്ക്കപ്പുറമുള്ള മധുരമുറപ്പ്. കാത്തിരിക്കാം. മലഞ്ചെരുവിൽ വിവിധയിടങ്ങളിൽ ഉറവയെടുക്കുന്ന വെള്ളം ഇതുപോലെ പൈപ്പ് വെച്ച് ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. ചഷ്മ പാനി എന്നാണ് ഇതിൻ്റെ പേര്. ശുദ്ധമായ വെള്ളം. ബിസ്മില്ല. 1 ഡസനോളം ആർമി ചെക്ക് പോസ്റ്റുകളിൽ പേരുവിവരങ്ങൾ നൽകിയാൽ മാത്രമേ ഗുറേസിലെത്തിച്ചേരാനാവൂ. അതനുസരിച്ചുള്ള നീതി കാഴ്ചകളിൽ പ്രകൃതി ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു കാലത്ത് കാശ്മീരിനെ ഗിൽഗിറ്റിലേക്കും മധ്യേഷ്യയിലേക്കും ബന്ധിപ്പിച്ചിരുന്ന പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഒരു പ്രധാന ശാഖാപാത ഈ താഴ്വരയിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. ഇന്ന് ശാന്തമായി കിടക്കുന്ന ഈ മലമ്പാതകൾ ഒരു കാലത്ത് വ്യാപാരികളുടെയും യാത്രികരുടെയും കാൽപ്പാടുകൾ കൊണ്ട് സജീവമായിരുന്നു. ഗുറേസിലെ കൂടുതൽ കഥകൾ വഴിയേ വരുന്നുണ്ട്. അഗർ ഫിർദോസ് ബറോയ സമീനസ്ത് ഹമീയസ്തോ ഹമീയസ്തോ ഹമീയസ്തോ. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് പറഞ്ഞ കവിഭാവനയുടെ ദൃശ്യാവിഷ്കാരമാണ് ഈ താഴ്വരകൾ. വീണ്ടും കാണാം.